ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റാണ്. പെപ്പെ, ടൊവിനോ, പിന്നെ ആസിഫ് അലി. പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. വിഷയം വേറൊന്നുമല്ല, ഷീലു എബ്രഹാം ഇട്ടൊരു പോസ്റ്റാണ്. പ്രിയപ്പെട്ട ടൊവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതിന് നന്ദി. ഞങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് കുമാരപുരവും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു. ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ്. സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ. നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ച് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഷീലു എബ്രഹാം ഇട്ടു. അപ്പോൾ വേറെ വിഷയമൊന്നുമല്ല, ഇന്നിപ്പോൾ ARM റിലീസാവുന്നു. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ കിഷ്കിന്താകാന്ഡം കാണാൻ പോവുകയാണ്, നമ്മളുടെ ആസിഫ് അലിയുടെ. അത് കഴിഞ്ഞിട്ട് പെപ്പയുടെ സിനിമയുടെ പേര് കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ പെപ്പയുടെ റിലീസാവുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി കൊളാബറേറ്റ് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. നമസ്കാരം. നാളെ സെപ്റ്റംബർ 12-ാം തീയതി നമ്മുടെ ടൊവി ബ്രോന്റെ ARM റിലീസാണ്. നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്, 3D സിനിമയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ സെപ്റ്റംബർ 12-ാം തീയതി നാളെ തന്നെ കിഷ്കിന്താകാന്ഡം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട്. ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ടുള്ള ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പൊ ബ്രോ എന്റെ അതിന് നമുക്ക് ആലോചിച്ചിട്ടുണ്ട്. യെസ്, അപ്പോ ആ ആള് ഞാനാണ്. സെപ്റ്റംബർ 13-ാം തീയതി, അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച, നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന, അജിത് മാമ്പിള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്, കൊണ്ടൽ. നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ. ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ 13-ാം തീയതി കൊണ്ടലുണ്ട്. നാളെ നമ്മൾ മലയാളികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഒരുപാട് നാള് കൂടി നമ്മൾ കാണാൻ പോകുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു 3D ഫിലിം. യെസ്, ARM, അജയന്റെ 2ാം മോഷണം, ടൊവിനോ തോമസ്. ഓക്കെ, എന്റെ ഓണത്തിന്റെ വാച്ച് ലിസ്റ്റിലുള്ള 2 പടങ്ങളാണ്. അതിനോടൊപ്പം യെസ്, കിഷ്കിന്താകാന്ഡം റിലീസുണ്ട് നാളെ. ഞാനും അപർണ ബാലമുരളിയുമാണ് അതിലുള്ളത്. അപ്പോൾ വീണ്ടും ഓണം ആഘോഷിക്കാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. തിയേറ്ററിലേക്ക് വരിക. ഈ ഓണം നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ വേറൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. എൻ്റെ പടം നീ പ്രൊമോട്ട് ചെയ്തു, നിന്റെ പടം ഞാൻ പ്രൊമോട്ട് ചെയ്യാം. A B പ്രൊമോട്ട് ചെയ്യുന്നു, B Aനെ പ്രൊമോട്ട് ചെയ്യുന്നു, Aയും Bയും കൂടി Cനെ ചെയ്യുന്നു, C Aയും Bയും ചെയ്യുന്നു. ഇതാണ് പരിപാടി. ഓക്കെ, ഇത് ഒമർലൂലും ഇട്ടിട്ടുണ്ട്, ഷീലു എബ്രഹാം ഇട്ടിട്ടുണ്ട്. കാരണം അവരുടെ സിനിമയെ കുറിച്ച് പറഞ്ഞില്ല. കാരണം 3 സിനിമകളെ കുറിച്ച് മാത്രം പറഞ്ഞ് ഇതാണ് മെയിൻ ഓണം റിലീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ നിർത്തി. ഇതൊരു പവർ ഗ്രൂപ്പുമാതിരി പ്രവർത്തിക്കുന്നു എന്നാണ് ഷീലു എബ്രഹാമും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒമർ ലുലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒമർ ഇട്ട പോസ്റ്റിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒമർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ പടങ്ങൾ ഈ ഓണത്തിന് റിലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത്തരത്തിൽ അവഗണിക്കുമായിരുന്നു. ബസൂക്കയെയും ബാറോസിനെയും പരാമർശിക്കാതെ ഈ വീഡിയോ ഇവർ ചെയ്ത് ഇടുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഒമറും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതിനൊരു റിപ്ലൈ, ഓക്കെ, നമ്മുടെ ആസിഫ് അലിയോട് ഓൺലൈൻ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആസിഫ് അലി ഇത് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ആസിഫ് അലി കൊടുത്ത റിപ്ലൈ ഉണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഇറക്കി എന്റെ പേരില്, ചെറിയ പടങ്ങളെ തടയണം എന്നുള്ള രീതിയിൽ, ഒമർലുല്ല് പോസ്റ്റ് ഇറക്കിയായിരുന്നു. ഒമർലുല്ല് പറഞ്ഞു തഴയണം ഇന്ന് പറഞ്ഞിരുന്നു. ബാഡ് ബോയ്സ് ഉള്ള പടങ്ങൾ നിങ്ങൾ പറഞ്ഞില്ല, 3 സിനിമകൾ മാത്രമാണ് ഇന്നലത്തെ വീഡിയോ ആണോ? അതെ അതെ, അതിനെ കുറിച്ചൊരു ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായ ഒരു ഫോൺ സംസാരമാണ്. അതിന്റെ ആരും തഴയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ടത്. എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ഈ 3 പടം മാത്രം കണ്ടാൽ മതി എന്ന് മനഃപൂർവ്വം പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? ചുമ്മാ നമ്മൾ സംസാരിക്കേണ്ടത്. അദ്ദേഹം
ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആസിഫ് അലിയുടെ റെസ്പോൺസ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആസിഫ് അലി പറഞ്ഞ പോലെ ഇവർ 3 പേരും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുള്ള ആളുകളാണ്. 3 പേരുടെ പടവും വരുന്നു, ഒരു ഓവർനൈറ്റ് കോളിൽ ഓക്കെ ലെറ്റ് ഇറ്റ് ബി, അവർ പറഞ്ഞ പോലെ ഒരു ഓവർനൈറ്റ് കോളിൽ ഇവർക്ക് തോന്നി നമുക്ക് ഇങ്ങനൊരു സാധനം ഇറക്കിയാലോ. മലയാള സിനിമയിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അതായത് ഒരാളുടെ സിനിമ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ കാണണം എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അത് സെയിം ഡേ തിയേറ്ററിൽ വരുമ്പോൾ അങ്ങനെ കാണണം എന്ന് പറയുന്ന ഒരു സ്കീം മലയാളത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു വെറൈറ്റി നോക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഒരു പേടി മനസ്സിനകത്ത് കാണും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അയ്യോ തിയേറ്ററിലേക്ക് ഇനി സിനിമ കാണാൻ ആരും വരില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കും. കാരണം ഫെസ്റ്റിവൽ ടൈം കൂടി ആയതുകൊണ്ട് എന്നാൽ 10 ആൾ കയറിക്കോട്ടെ കൂടുതൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവരൊരു സർക്കിളിൽ അവർ ചെയ്ത പരിപാടിയാണ്. ഈ പരിപാടിയിൽ ഇപ്പോൾ ബാക്കി സിനിമകൾ, ഇപ്പോൾ ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സ് അടക്കം വന്നില്ല, അല്ലെങ്കിൽ ഇവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവരുടെ സിനിമ മാത്രമേ ഇവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ അവരവരുടെ സിനിമയിലെ പ്രൊമോട്ട് ചെയ്യൂ. ഓക്കെ, ഇനി അല്ല അവർ പറഞ്ഞ വഴിക്ക് ബാക്കി സിനിമകളെ മറന്നു പോയതും ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അല്ല അവർക്ക് വേറെ സിനിമകളെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയും തിങ്ക് ചെയ്യാം. അവർക്ക് വേറെ പറഞ്ഞതിന് പറയേണ്ട ആവശ്യമില്ല, അവർക്ക് അവരുടെ സിനിമേനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് കാണണം ഇത് കാണണം, തമ്മിൽ ആ സിനിമകളെ മാത്രം പറഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ വലിയ എന്താ പറയുക, ബാക്കി സിനിമകൾ കൂടി പറയണമെന്നില്ല. ഇനി ഒമർ ലുലുവിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ 3 വലിയ സ്റ്റാർസാണ്, അവരുടെ 3 വലിയ പടമാണ്. സോ ആ പടത്തിന് കുറച്ചും കൂടി ആളുകൾ കയറും, അല്ലെങ്കിൽ ഇവർ ഇതിന് ഇനി പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രൊമോഷൻ ഇവർ തമ്മിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ പടത്തിൻ്റെ എന്താ അവസ്ഥ എന്നുള്ളത് ആലോചിക്കാം ഒമർ ലുലുവിൽ. പക്ഷേ എൻ്റെ മൈൻഡിൽ അതല്ല തോന്നുന്നത്. ഇവിടെ എന്താണെന്ന് ഉണ്ടായിട്ടുള്ള അറിയോ, എന്തായാലും അവരത് ചെയ്തു. ഇടയിൽ കൂടി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ നാളെ മറ്റേ ഒമർ ലുലുവിൻ്റെ പടത്തിനും ആൾ കയറും. എനിക്ക് മനസ്സിലായത് എന്താണ്, കാരണം ഷീലു അബ്രഹാമും ഒമർ ലുലുവും കൂടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നാളെ ഇങ്ങനെ ഒരു പടം കൂടി ഇറങ്ങുന്നുണ്ട് എന്നുള്ള അത് അവർക്കൊരു പ്രൊമോഷനായി. അത് കൃത്യമായിട്ട് അതവിടെ ഒമർ ലുലുവും ഷീലു അബ്രഹാമും യൂസ് ചെയ്തു. എനിക്കതാണ് ഇന്ന് മനസ്സിലായത്. അതും അതുപോലെ മോശം കാര്യമൊന്നുമല്ല, അവരതിട്ടു, അവരങ്ങനെ അത് പ്രൊമോട്ട് ചെയ്തു. എൻഡ് ഓഫ് ദ ഡേ സിനിമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പ്രൊമോഷൻസാണ്, പല ഗിമിക്കുകളും നമ്മൾ കാണേണ്ടി വരും പ്രേക്ഷകർ. ഓക്കെ, നമ്മളെ ഒരു സുഖം എന്താ, ഒരു ഫെസ്റ്റിവൽ ആവുന്നു, ഒരു സമയമാവുന്നു, ഇനിയിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ വാട്ടെവർ എന്തുണ്ടായാലും നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഒരു ആഘോഷങ്ങളുടെ ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. നല്ല സിനിമ ഇറക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി കണ്ടന്റ് ആളുകളിലേക്ക് ഡെലിവർ ചെയ്താൽ ഈ പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ആളുകൾ തമ്മിൽ പടം കണ്ടിട്ട് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ കത്തി കയറിപ്പോവും, ഇല്ലേ കുറച്ചൊരു ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓടും. പറ്റ ആളുകളെ മറ്റേ ആസ് ആക്കുന്ന രീതിയിൽ സാധനം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് കാശ് വരണം, ഞങ്ങൾ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നോക്കണ്ട. അപ്പോൾ പഴയ പോലെ അല്ല, ചവിട്ടി തട്ടും നാട്ടുകാർ. OTT പോലും എടുക്കാത്ത അവസ്ഥയിൽ അങ്ങനെ എന്താ പറയുക ദുരന്തമായി പോകും പല പടങ്ങളും. അതിന് എത്ര സ്റ്റാറിനെ വെച്ചിട്ടും കാര്യമില്ല. സോ വാട്ട് ക്രൗഡ് ഡിമാൻഡ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് എന്താണോ അതിൻ്റെ മുകളിൽ കോൺഫിഡൻസ് ഉണ്ട്, അതിനു വേണ്ടി നിങ്ങൾ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നു. തിയേറ്ററിൽ ഇറങ്ങുന്നു, സക്സസ്. ഒരു പ്രൊമോഷനും ഇല്ലാതെ വന്ന് സക്സസ് ആവുന്ന എത്രയോ പടങ്ങളില്ലേ, വലിയ വലിയ സ്റ്റാറുകളില്ലാതെ വന്ന് സക്സസ് ആവുന്ന പടങ്ങളില്ലേ. ഡെഫിനറ്റ്ലി പ്രീ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആളുകളിലേക്ക് കൂടുതൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ആളുകളെ കൂടുതൽ കൊണ്ടുവരാനും ബാക്കി സിനിമകളുടെ ഒപ്പം നമ്മുടെ സിനിമയ്ക്ക് കുറച്ചും കൂടി ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ചെയ്യണം. പക്ഷെ ഇത് അവർ ചെയ്തത് കൊണ്ട് നമ്മളെ സിനിമ ഓക്കെ അങ്ങനെ തോന്നാം, ചിന്തിക്കാം, കാരണം വലിയ സ്റ്റാറുകളാണ് 3 പേര്, ഇവരുടെ സിനിമയ്ക്ക് ആളുകളെന്ന് പേടി ഇവർക്ക് വരാം, ആൻഡ് അത് പറയാത്തത് കൊണ്ടുള്ള സങ്കടവും ഉണ്ടാവാം. പക്ഷെ അതും ഇവരിപ്പോൾ പറഞ്ഞതൊരു പ്രൊമോഷൻ പോലെ ആയില്ലേ, അത് ഇവർക്ക് തന്നെയല്ലേ ലാഭം. ഏത് നാളെ ഇപ്പോൾ ബാഡ് ബോയ്സ് വരുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. കുറേ പേര് ഇപ്പം എന്നെപ്പോലുള്ള ഒരുപാട് പേരെടുത്തത് കണ്ടന്റ് ആക്കി, വീണ്ടും പ്രൊമോഷനാണ് ബാഡ് ബോയ്സ്. അപ്പോൾ ബാഡ് ബോയ്സ് ഇനി ആളുകൾ കയറി കാണും ഡെഫിനറ്റ്ലി, കാരണം ഫെസ്റ്റിവൽ ടൈമാണ്. അപ്പോൾ ഈ സിനിമകളുടെ കൂട്ടത്തിൽ തന്നെ തിയേറ്ററിലേക്ക് ആൾ വന്നാൽ മതി. എൻഡ് ഓഫ് ദ ഡേ തിയേറ്ററിൽ ആൾ വന്നാൽ മതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ തിയേറ്ററിൽ ആൾ കയറുക, പടം ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഹിറ്റാവും, പ്രൊഡ്യൂസർക്ക് കാശ് തിരിച്ചു കിട്ടും. പടമില്ലേ, ഒന്നുമില്ല, എഫേർട്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ എടുക്കുന്നത് നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണേ എന്നുള്ള മറ്റേ ടോണാണെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കൂല. ഓക്കെ, ഇതിനകത്ത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചറയോ ഇതിന് പവർ ടീം, ഇത് ഞാനതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പവർ ടീം എന്നുള്ള എഴുത്തൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത് ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് രാവിലെ അത് കൃത്യമായി വായിക്കാനും നോക്കാനും പറ്റും, കാരണം ഞാൻ ARMന് കയറി അതിന് ശേഷം മാച്ചിന് പോയി. ഈ പവർ ടീം അവർ അവിടെ ഉപയോഗിച്ചത് തന്നെ, കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പവർ ടീമാണ്. സോ അവിടെ അതൊരു ഹുക്കിംഗ് പോയിന്റ് ആണ്. സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഡിസ്കഷനാണ്, അവിടെയും ബാഡ് ബോയ്സിനാണ് അത് പ്രൊമോഷൻ. ബ്രില്യൻറ്റ്, ഇനി അത്ര നല്ല ടാറ്റിക്സ് ആണ്. പക്ഷേ എല്ലാവരുടെ പടവും ഹിറ്റാക്കാൻ അവർ ഓരോ മെത്തേഡുകൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ഓരോ മെത്തേഡുകൾ യൂസ് ചെയ്യും. ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പിടിച്ചു വെക്കണം, എല്ലാവർക്കും ഇട്ട കാശ് തിരിച്ചു കിട്ടണം. എൻഡ് ഓഫ് ദ ഡേ നല്ല പടമാണോ ഓടും, നല്ല പടമല്ലേ
പ്രേക്ഷകർ തീരുമാനിക്കും ഓർഡറോ വേണ്ട എന്നുള്ളത്. ഒരു കാര്യം കൂടി പറയാണ്ട്, ഇതിനിടയിൽ ലിജു ജോസ് പെല്ലിശ്ശേരി ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്തും ഈ 3 സിനിമകൾ, ഓക്കെ, ഈ 3 നടന്മാരത് പെപ്പെ, ടൊവിനോ, ആസിഫ് അലി, ഇവരുടെ സിനിമേൻ്റെ പോസ്റ്ററാണ് ഷെയർ ചെയ്തത്. അപ്പോൾ അതിനടിയിലും ഒമർ കൊണ്ടുപോയിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ഈ സിനിമകൾ മാത്രമല്ല വേറെ സിനിമയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഇതിന്ന് ഒരു കാര്യം കൂടിയും എക്സ്പോസ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ എപ്പോഴും ഒരു ഗ്രൂപ്പോ ഗ്യാങ്ങോ ഉണ്ട്. അതൊരു പവർ ഗ്രൂപ്പ് ആവുന്നത് എപ്പോഴും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു പവർ ഗ്രൂപ്പാന്നുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് സർക്കിളാണ്. മേ ബി അതൊരു പവർ ഗ്രൂപ്പ് പോലെ ആവാം, ആവാതിരിക്കാം. മനസ്സിലായോ? അവർ എപ്പോഴും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒമർ ആൻഡ് ഗ്യാങ് കാണും, ആസിഫ് അലി ആൻഡ് ഗ്യാങ് കാണും, ടൊവിനോ ആൻഡ് ഗ്യാങ് കാണും. അങ്ങനെ തന്നെയാണ് സിനിമയിൽ നല്ല എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമുക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പും ഗ്രൂപ്പും കാണൂല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെങ്കിലും ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ ഈ കാര്യം കൂടിയും നോക്കണം നമ്മൾ. ഇപ്പോൾ സിനിമ റിലീസാവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല നടന്മാരും വേറെ പല പോസ്റ്റേഴ്സും സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. സോ ആ ടൈമിലും നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നില്ല പണ്ട്. പക്ഷേ ഈ പവർ ടീം ഹേമ കമ്മിറ്റി എന്നുള്ള സാധനം വന്നതിന് ശേഷം സിനിമാക്കാർ തന്നെ ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, അതാണ് ടീം, ആ ടീമിൻ്റെ സിനിമ താരക്കണം, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. ഏത് നമ്മളിതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് മുടക്കുക, പടം കാണുക, നല്ല പടമാണെങ്കിൽ ഹിറ്റാക്കി കൊടുക്കുക, പൊട്ടപ്പടമാണെങ്കിൽ ഇനി ഒന്നും ചെയ്യുകയല്ല, എന്താണെങ്കിലും 4-5 ദിവസം ഓടും, ബാക്കി അടുത്ത പടം നോക്കുക, അടുത്ത നല്ല ക്രാഫ്റ്റ് ഉണ്ടാക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. അത് നമ്മളിരുന്ന് ഇങ്ങനെ കാണുക. നമ്മളെ എൻജോയ്മെൻറ്റ് നമുക്കതല്ല, നമ്മുടെ സമയം, നമ്മുടെ എൻജോയ്മെൻറ്റ് നമ്മൾ അതിനാണ്. ഇപ്പം തന്നെ നോക്ക്, ഞങ്ങൾ ഫുൾ തിരക്കിലൂടെ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് മാച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാൻ പടം കാണാനാണ് പോണത്. ആ സ്നേഹമാണ് നമ്മൾ, പടത്തിനുള്ളൊരു ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, ഇഷ്ടപ്പെട്ടാൽ അതും പറയും.